നമസ്തേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ദിക്പാലന്മാരും ഔവണ്ണമോരോരോ ദിക്ക് തോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. ദിക്പാലന്മാരെന്ന് പറയുന്ന അഷ്ടദിക്പാലകർ അവർ അവരുടെ കർമ്മമായ ഓരോ ദിക്കിനെയും സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവരും അവരുടെ കർമ്മത്തിൽ തളച്ചു കിടക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ അവരും അവരുടെ കർമ്മത്തിൽ ബന്ധനസ്ഥനായിട്ട് ഇരിക്കുകയാണ്. അവർ നല്ല രീതിയിലുള്ള കർമ്മമാണ് ചെയ്യുന്നതെന്നെങ്കിലും ഓർക്കാം. എന്നാൽ അല്പകർമ്മികളാകിയ നമ്മൾ, അതായത് നമ്മൾക്ക് വേണ്ടി മാത്രമാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. എനിക്ക് വേണ്ടി എന്നുള്ള ഒരു ചിന്തയാണല്ലോ ഓരോരുത്തർക്കും. അങ്ങനെയുള്ള നമ്മൾ ഓരോ തവണയും ഓരോരോ ജന്തുക്കളായോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയായോ ഓരോ ഗർഭപാത്രത്തിൽ വന്ന് പിറവിയെടുക്കുകയും അവിടെ ആ ഒരു ജനനം കൊണ്ട് അല്പകാലമേ ജീവിക്കുന്നുള്ളൂ എങ്കിലും ആ ജനനം കൊണ്ട് എന്താണോ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടത് ആ കർമ്മം ചെയ്ത് നമ്മൾ വീണ്ടും മരണപ്പെടുകയാണ്. അതായത് വീണ്ടും അവിടുന്ന് പുറപ്പെട്ട് വീണ്ടും അടുത്ത ഗർഭപാത്രത്തിൽ ജനനമെടുക്കുന്നു, നമ്മുടെ കർമ്മം ചെയ്യുന്നു, വീണ്ടും മരണപ്പെടുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും, ഗർഭപാത്രത്തിൽ അകപ്പെട്ട് അവിടെ നിന്ന് വീണ്ടും പുറപ്പെടും. എങ്ങോട്ട്? മരണപ്പെട്ട് നമ്മൾ വീണ്ടും അടുത്ത ഗർഭപാത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വീണ്ടും കർമ്മം കൊണ്ട് നമ്മൾ ബന്ധനസ്ഥനാവുന്നു. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഈ ഒരു വരികളിലൂടെ പൂന്താനം പറയുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.